മുട്ടുംകാലം കൊണ്ട് വേദനായിട്ട്. രാജിയേ, രാജിയേ, എന്താ ഉമ്മ? ആ എന്നേ മൂത്തമ്മ വിളിച്ചിരുന്നു, മൂത്തമ്മ കൊണ്ട് വരും അറിഞ്ഞിട്ട്. അപ്പൊ ചോറിനുള്ള അരി കണക്കാക്കി കേട്ടോ. ആ ശരിമ്മ. ഇത്താ, ഈ മൂത്തമ്മ എങ്ങനെ ആള്? വല്ല പ്രശ്നക്കാരി ആണാ? അല്ല, ഞാൻ കല്യാണത്തിലൊന്ന് കണ്ടതാ. വലിയ പ്രശ്നക്കാരിയല്ല, ആ എന്നാൽ പ്രശ്നക്കാരിയാണ്. അതെന്താ? ഞാൻ വെറുതെ പറഞ്ഞതാടി. ആ അങ്ങനെ. ഹലോ ഹലോ, ഓ ഇത് കേൾക്കണില്ല. ആ മോനെ, അസ്സലാമലൈക്കും. ഉമ്മാന്റെ കുട്ടിക്ക് സുഖാണ്? വലൈക്കും മുസ്സലാം. സുഖാണുമ്മ. അവിടെ എന്തൊക്കെ വിശേഷം? ഇവിടെ എന്ത് വിശേഷം? ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്റെ കെട്ടിയോള് എന്നോട് വിളിച്ച് പറയുണ്ടാവുമല്ലോ. അതെന്തമ്മ നിങ്ങൾ അങ്ങനെ പറയണേ? ആ എന്റെ അനിയന്റെ കെട്ടിയോളെ പറഞ്ഞ് തിരിക്കലല്ലേ ഇപ്പൊ ഓളെ പണി. ഓളെ മൂത്ത മരിയോളാണിച്ചിട്ടേ കുറച്ചിങ്ങോട്ട് നെഗളിക്കുക. ഉമ്മ നാജിനെ പറ്റിയാണോ ഈ പറയണേ? ആ എന്താ അവള് ചെയ്യണത് ഞാൻ പറയാൻ പാടില്ലേ? ഉമ്മ എന്നാ ഞാൻ പിന്നെ വിളിക്കാം, വെക്കുകയാണേ. ഓ, കെട്ടിയോളെ പറഞ്ഞപ്പോ എനിക്ക് പൊടിച്ചീല. അല്ലേ, ഇറ്റങ്ങളെന്തീ കൊലായില് വാതിലും തുറന്നിട്ടുങ്ങാണ്ട്? എവിടെ ഫയറു? ഫയറു ആരാപ്പാ വിളിക്കുന്നത്? ആ ഇത്ത, കേറി വരി. അല്ല, ഈ വാതിലും മലമലക്കെ തുറന്നിട്ടുങ്ങാണ്ട് നിങ്ങള് 3 പെണ്ണുങ്ങളും എവിടെ പോയി കിടക്കേന്ന്? ഞാൻ അതിപ്പണ്ട് പോയിട്ടുള്ള ഔത്തക്ക്. സായി, സായി, ഇത്തിരിക്കി. ആ ഉമ്മ. ആ ഹലോ ഇക്ക, എന്താ പാട്, സുഖല്ലേ? സുഖാണ്. എന്താ നാജി അവിടുത്തെ വിശേഷങ്ങള്? ഇവിടെ എന്താ ഇക്ക വിശേഷം, സുഖാണ്. ആ മോളന്ന് മൂത്തമ്മ കല്യാണത്തിന്റെ അന്ന് കണ്ടതാ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ആ സുഖം മൂത്തമ്മ. ആ എല്ലാ രാജി എവിടെ? ഓ, ഓളവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. മൂത്തമ്മ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. നാജി, നിനക്ക് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അതെന്തൊക്കാ നിങ്ങളൊരു പ്രത്യേക ചോദ്യം? ഏയ് ഒന്നുമില്ല. ഇക്ക ഇവിടെ ഒരു പ്രശ്നമില്ല, പിന്നെ ഇക്കെന്റെ കൂടെ ഇല്ല എന്നുള്ളൊരു പ്രശ്നം തന്നെ ഉള്ളു. ശരിയടി, ഞാൻ പിന്നെ വിളിക്കാം. ഞാനേ വർക്കിനിടയിലാണ് വിളിച്ചത്. ആ ശരിക്കാ. അല്ല ഫയറുവോ, അനക്കെന്താ രാജിനെ ചോദിച്ചപ്പോ ഒരു കനോ? കനോ? എന്ത് കനോ? ഇക്കൊരു കനോ ഇല്ല, ഇത്താക്ക് വെറുതെ തോന്നുക. അല്ല, നാജി വീട്ടിൽ പോയിനോ? കല്യാണത്തിന്റെ മുന്നേ പോയതല്ല പെണ്ണ്. ഇതാപ്പൊ നന്നായത്. അവള് പോയിട്ടുണ്ടെങ്കിലേ ഇവിടെ ഇപ്പൊ ആരാ ഉള്ളത്? ഇന്നെ കൊണ്ടൊന്നൊക്കെ ഇപ്പൊ ഇവിടുത്തെ പണി എടുക്കാൻ വയ്യ. അല്ല, അന്റെ രണ്ടാമത്തെ മരുമോളെ എന്തിനു കൊടുന്നതാ? അന്റെ മൂത്ത മരുമോളെ ഇതൊരു പണിക്കാരിക്കായിട്ടാണ് കണക്കാക്കിയിരിക്കണേ. മൂത്തമ്മ ദാ വരി, ചാടിക്കാൻ വരി. ആ മോളെ,